ഞാൻ എൻ്റെ കണ്ണിലൂടെ കാണുന്ന ഒരു ഭംഗി എനിക്ക് ക്യാമറേൻ്റെ ഉള്ളിൽ കൂടെ കാണിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. മുറ്റത്തിങ്ങനെ രാവിലെ വന്ന് നിൽക്കാനേ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. അല്ലെങ്കിലും എണീറ്റ പാടെ ഈ ഫോണും കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതിൽ നല്ലത് മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി പ്രകൃതിയുടെ ഒരു ഭംഗിയും കിളികളുടെ ഒക്കെ ഒരു സൗണ്ടൊക്കെ കൂടെ കേട്ടിട്ട് ഒരു ദിവസം തുടരുമ്പം ഒരു പ്രത്യേക ഉണർവ് തന്നെയാണ്. ലൈറ്റായിട്ടൊരു തള്ള വൈബ് വന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ലായിരിക്കുമല്ലേ അല്ലേ? ഇന്നെനിക്ക് ചെസ്റ്റ് വർക്കൗട്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്വിഗ്ഗിയിൽ ഒരു അൽഫാം മന്തി നൈസായിട്ട് ഓർഡർ ചെയ്തു. പിന്നെ ചിക്കൻ ഹെൽത്തി ആണല്ലോ അല്ലേ? പെട്ടെന്ന് തന്നെ വേണമെന്നുള്ളതുകൊണ്ടേ ഞാൻ കല്ലായിൽ ഒരു മന്തി സൂക്ക് ഉണ്ട്, അത് തന്നെയാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തത്. ഫുഡിന് ഞാനൊരു 10ൽ ഒരു 7, 8 കൊടുക്കും കേട്ടോ. അത്യാവശ്യം നല്ല മന്തി തന്നെയായിരുന്നു. പിന്നെ റൈസ് നമുക്ക് കുറച്ചേ വേണ്ടു, ചിക്കനാണ് വേണ്ടത്. അതങ്ങോട്ട് മടമടാന്ന് കഴിച്ച് നല്ലൊരു ഉറക്കവും പാസ്സാക്കി. ഉച്ചയ്ക്കുള്ള ഈ ഒരു ഉറക്കം ഇപ്പൊ ശീലമായിട്ട് വരുന്നുണ്ട്. എടുത്ത് മാറ്റിക്കളയേണ്ട സമയമായിരിക്കുന്നു. വൈകുന്നേരം ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിട്ടോ. പോകുന്ന പോക്കില് ഒരു അടിപൊളി സൺസെറ്റ് ഞാൻ കണ്ടു. എന്താ ഒരു ഭംഗി! നോക്കി നിന്നാൽ നോക്കി നിന്ന് പോകും. പിന്നെ വിശപ്പിന്റെ അസുഖം ഇങ്ങനെ ചെറുതായിട്ട് വരുന്നത് കൊണ്ട്, വേറൊന്നും കഴിക്കാൻ തോന്നാത്തത് കൊണ്ട് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി അവിടെ നിന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മോന് പിരിവിന് വേണ്ടി വന്നത്. നമുക്ക് പിന്നെ ഭാഗ്യം വാരിക്കോരി ഉള്ളതുകൊണ്ട് ഫസ്റ്റ് പ്രൈസ് എനിക്ക് തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് 1-2 സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നേ. അതൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിൽ പോട്ടെ. അപ്പോൾ ഓക്കെ, ടാറ്റാ.